പല കാര്യങ്ങളും കേരള ഗവൺമെൻറ് നടപ്പിലാക്കിയ കാര്യങ്ങളാണ്. അതെല്ലാം പൊതുവിൽ പറഞ്ഞു വരുന്നത് സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. മറ്റൊരു കാര്യം, ഒരു സംശയം ഇന്നലെ ഉന്നയിച്ചത്, ഇതൊരു എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ എഗ്രിമെൻറ്റിന് പിന്മാറാൻ പറ്റില്ലെന്നുള്ളതാണ്. നമ്മൾ വെച്ചിട്ടുള്ള MOUവിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഇത് ഏത് നിമിഷം വേണോ ഈ MOUവിൽ നിന്ന് പിന്മാറണമെങ്കിൽ ഇരുകക്ഷികളും നമ്മൾ ആലോചിച്ചിട്ട് വേണം പിന്മാറേണ്ടത്. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം രണ്ട് കക്ഷികൾക്കുമുണ്ട്. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു പിന്നെ ഇരുകക്ഷികളും യോജിച്ചൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ കോടതിയിൽ പോകാനുള്ള അവകാശം ഇതിൽ പറയുന്നു. അപ്പോൾ കേരളത്തിലെ ഇന്നലെ വരെ തുടർന്ന് വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ നയം ഒരു കാരണവശാലും അടിയറ വയ്ക്കുന്ന പ്രശ്നമേ ഇല്ല. ഇന്നലെ BJPയുടെ നേതാവ് സുരേന്ദ്രൻ പറയുന്നത് കേട്ടു, ദേശീയ അടിസ്ഥാനത്തിലുള്ള RSSൻ്റെയും അതുപോലെ ഉള്ള ആൾക്കാരുടെ ചരിത്രവും അവരുടെ പിന്നെ പ്രവർത്തന ശൈലിയൊക്കെ തന്നെ ഞങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികളെ പാഠപുസ്തകത്തിലൂടെ പഠിപ്പിക്കും എന്നാണ് പറയുന്നത്. അത് ഒരു കാരണവശാലും കേരളത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. അത് സുരേന്ദ്രൻ്റെ പിന്നെ സ്വപ്നം മാത്രമാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ പാഠപുസ്തകം പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞ് അതുപോലെ മനസ്സിലാക്കാനാണ് പറയുന്നത്. 3,80,00,000 പാഠപുസ്തകങ്ങൾ പ്രിൻ്റ് ചെയ്ത് പിന്നെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് 3 മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ കുട്ടികൾക്ക് കൊടുത്തു. 11ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും പാഠപുസ്തകം ഓൺ ദി പ്രോസസ്സാണ്. അത് അടുത്ത അധ്യയന വർഷം പുതുക്കിയ പാഠപുസ്തകമായിരിക്കും കൊടുക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് തന്നെ തെറ്റായ ഒരു നിലപാട് പാഠപുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൽ സ്വീകരിച്ച അവസരത്തിൽ ബദൽ പാഠപുസ്തകം ഇറക്കി ആ ബദൽ പാഠപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ പോലും കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് നടത്തിയതാണ്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും കേന്ദ്ര ഗവൺമെൻറ് കിട്ടേണ്ട ഫണ്ട് നമ്മൾ എന്തിനു ഉപേക്ഷിക്കപ്പെടുന്നു എന്നുള്ള പ്രശ്നമാണുള്ളത്. ഈ രണ്ട് കാര്യങ്ങളും കൂടെ ക്ലിയറാക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾ വന്നപ്പോൾ ചോദിച്ചപ്പോൾ നിങ്ങളോട്ടൊരു പടക്കം വേണ്ട എന്ന് പറഞ്ഞു ഇത്രയും കാര്യം പറയാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ ഇപ്പോഴേ പറയുന്നു, ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസായിട്ട് പറഞ്ഞ് നമുക്കുള്ള സൗകര്യം ഇല്ലാതാവില്ല. ഇനി വീണ്ടും പഴയ രൂപത്തിൽ ചോദിച്ചാൽ ഞാൻ ആൻസർ ചെയ്യില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.